രാത്രി 4 മണി 3 മണി ആവുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാൻ ഒരു കട്ടൻ ചായ സൂപ്പർ ആയിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. നല്ലോണം ചെറുതാക്കി കൊത്തി കഴുകി അടുപ്പത്ത് കണ്ടിട്ട് അപ്പം നമ്മളെ ഇറച്ചി ഇവിടെ വേഗാൻ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് കുറച്ച് ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് ഒതുക്കി ഇതിക്കാണ്ട് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഇനി നല്ലോണം കുഴച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ വെക്കട്ടെ കേട്ടോ. നമ്മളെ കപ്പ ഇവിടെ അടുപ്പത്താണ്, അത് വെന്തിറക്കിയിട്ട് വേണം. തീയില്ല അടുപ്പത്ത് തന്നെ വെക്കാൻ നോർത്തുങ്ങാണ്ട് ഞാൻ മങ്കുടുക്കിയിൽ തന്നെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. അത് വെന്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അതുവരെ ഇവിടെ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ പൂള ഇവിടെ വെന്ത് കിട്ടിയിരിക്കണ്. നല്ല പൂളയാണ് കേട്ടോ, റെഡി മണി പൂളയാണ്. ഇനി കണ്ടോളിട്ടോ. ചൂടാണേ, അതുകൊണ്ട് കുറച്ചൊരു പ്രശ്നം തൊടാൻ. കണ്ടോ നല്ലോ വെന്തിക്കണേ, കണ്ടില്ലേ. ആർക്കെങ്കിലും പൂള വേണമെങ്കിൽ കരീമാക്കാൻ്റെ അടുത്തുനിന്ന് പൂള വാങ്ങിക്കോളിട്ടോ. എൻ്റെ ആങ്ങളെയാണ് കരീമാക്ക. പൂള എത്ര വേണമെങ്കിലും പിന്നെ എൻ്റെ ആക്കാൻ്റെ അടുത്തുണ്ട് കേട്ടോ. നല്ലോ വേകണ പൂളയാണ്. കയ്പ്പ് അറിയണ സാധനം എന്തിൻ്റെ അരുവ് കൂടെ പോയിട്ടില്ല കേട്ടോ. തീ അങ്ങോട്ട് കണ്ടാൽ മതി, അവിടെ അരിഞ്ഞങ്ങോട്ട് പോകും. ഇറച്ചി കൂടെയൊക്കെ ഇട്ട് വെച്ചാണ്ടല്ലോ അവളെ നിറച്ച് തിന്ന. പിന്നെ അന്നത്തെ ദിവസം ചോറ് വേണ്ട കേട്ടോ. പൂളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെന്ന് വാങ്ങിക്കോളി കേട്ടോ. അത് ചൂടായിട്ട് തൊടാൻ വയ്യേ. ഔ കണ്ടോ ചൂടാണ്. ഇറച്ചി അവിടെ കറന്നപ്പോ വേവട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ അടിപൊളിയായിട്ട് വെന്തിക്കണേ. ഇനി നമുക്ക് കപ്പയും കൂട്ടി കഴിക്കണം കേട്ടോ. ഒന്ന് ഈ കടലിൽ ഇങ്ങനെ കടന്നുകാണ്ട് ഒതുങ്ങിയാണ് വന്നോട്ടോ ഒന്നുകൂടി. അപ്പൊ നല്ല ടേസ്റ്റാണ്. എരും പൂളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ രസം എന്നറിയാം. അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതാണ് നമ്മൾ എടുത്ത ഇറച്ചി. അപ്പൊ ഇതൊക്കെ പാടെ നമുക്ക് കപ്പയിലിട്ട് വേവിക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചെടുത്ത് വെച്ചിങ്ങാണ്ട് ബാക്കി കപ്പ ഒന്ന് ഒതുക്കി കൊടുത്തിങ്ങാണ്ട് ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് ഒഴിഞ്ഞ് കുത്തലിന് ചൂടോട് കൂടിയാണ് തിന്നട്ടോ. അത് വേറൊരു വൈബാണ്. ഇറച്ചിയും പൂളിന്ന് പറഞ്ഞാണ്ടല്ലോ. ചിലവര് ഇതിന് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. നമ്മളിവിടെ ഇറച്ചിയും പൂളിയും വേവിച്ചത് എന്നാ പറയട്ടോ. ഇറച്ചിയും പൂളിയും വെച്ചത് എന്നാ പറയുള്ളൂ. കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. ഒരു നാളിൽ ഞാൻ
നല്ലോണം ഇളക്കി കൊടുക്കുക. കണ്ടോ? അപ്പം നമ്മളെ പൂളക്കൂട്ടാൻ ഇവിടെ റെഡിയായി കഴിക്കാൻ പോവുക കേട്ടോ. അപ്പം ചൂടോട് കൂടി കുറച്ച് പൂളയൊക്കെ തിന്നിട്ട് നമുക്ക് പണിയെടുത്ത് തുടങ്ങാം കേട്ടോ. പൂള തിന്നുമ്പോൾ കൈ കൊണ്ട് തന്നെ തിന്നണം കേട്ടോ. അതൊരു വേറൊരു രസമാണ്. ഇങ്ങോട്ട് പോന്നോളിട്ട് എല്ലാവരും. മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മട്ടത്തിൽ ഇരുന്നാണ്ട് നമ്മൾ രസം പോളി ഇങ്ങനെ തിന്നുക.